വെൽക്കം ടു മുന്നൂസ് ഫുഡ് ബുക്ക്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊങ്കാല പായസം. അമ്പലങ്ങളിലൊക്കെ പൊങ്കാലയ്ക്ക് ഇടുന്ന പായസം. അതിനുവേണ്ടി ഒരു 250 ഗ്രാം അരി, ഈ ചുമന്നരിയാണ്, കുത്തരി, പച്ചരിയുടെ കുത്തരിയാണിത്. അരമുറി തേങ്ങ, 2 വാളാൻതോടൻ പഴം, ഏലക്ക പൊടിച്ചത്, നെയ്യ്, 250 ഗ്രാം ശർക്കര വെള്ളത്തിൽ അലിയിച്ച് അരിച്ചെടുത്തതാണിത്. ഇത് കൽക്കണ്ടം, ചുക്കുപൊടി, പറങ്ങാണ്ടി, ഉണക്കമുന്തിരി. പിന്നെ ഈ കലത്തിലാണ് ഇതുണ്ടാക്കുന്നത്. ഇതിനൊരു മെഷറിംഗ് കപ്പിൽ 6 കപ്പ് വെള്ളം എടുത്ത് വെള്ളം നന്നായിട്ട് ചൂടായി. ഈ അരി നല്ലപോലെ കഴുകിയ ഇതിലിടാം. അരി നോക്കണം, ഇടഞ്ഞ് നോക്കണം, കല്ലോ വല്ലതും ഉണ്ടെന്ന്. ഇത് അഴുക്കും കല്ലും ഒന്നുമില്ല. ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരിയുടെ വേവ് അനുസരിച്ച് വെള്ളം കൂട്ടിയോ കുറച്ചോ എടുക്കാം. പെട്ടെന്ന് വേകുന്നതാണ് ഇത്രയും വെള്ളം വേണ്ട. വേവ് കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. ഇനി ഇത് തിളച്ചിട്ട് ചെറിയ തീയിലിടാം. തിളച്ചത് നല്ലപോലെ തിളച്ച് ഇനി ചെറിയ തീയിലിട്ട് വേവിക്കാം. അരി ഒരുവിധം വേവായി. ഇനി നമുക്ക് ഈ ശർക്കര, ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ഇതിലോട്ട് ഒഴിക്കാം. മധുരം പോരാൻ തോന്നുന്നവർക്ക് വീണ്ടും മധുരം ചേർക്കാം. ഇച്ചിരി ലൂസായിട്ട് ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇത് പഴമാണെങ്കിൽ ചെറുതായിട്ട് അരിയണം. ഒരു ഞുള്ളു ഉപ്പ് ഇതിലിടാം. ഒത്തിരി വേണ്ട, ഒരു കുറച്ച് വേണ്ട. ഇതിട്ട് ഇതിങ്ങനെ വെള്ളം ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇച്ചിരി കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ചേർക്കുമ്പോൾ ഇതങ്ങ് ഡ്രൈ ആകും. ഇനി പഴം, 2 പഴം അരിഞ്ഞത് ചേർത്ത്, പിന്നെ തേങ്ങ, 1 മുറി തേങ്ങ. ഇതിലോട്ട് ഏലക്ക ഇടാം. ഈ സ്പൂണിനാണ്, ഒരു 2 സ്പൂൺ. ചുക്ക് പൊടിച്ചത് അതൊരു 1 സ്പൂൺ ഇട്ട്. പിന്നെ ഇത് കൽക്കണ്ടമാണ്, കൽക്കണ്ട ഇതിലിട്ട്. പിന്നെ ഇത് കാഷ്യൂനട്ടും കിസ്മിസും. പിന്നെ ആണെങ്കിൽ ഒരു നെയ്യ്, ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട്. മധുരം ഞാൻ 250 ഗ്രാം ശർക്കരയാണ് ഉപയോഗിച്ചത്. കൂടുതൽ ശർക്കര വേണമെന്നുള്ളവർക്ക് കൂടുതൽ ശർക്കര ഉപയോഗിക്കാം. പറ്റി ഇനി ഓഫാക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് നല്ല കട്ടിയാവും. ഒന്ന് തണുക്കുന്ന ഉടനെ. കൂടുതൽ വെള്ളം കുറച്ചെടുത്ത് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ വേണം ചെയ്യാൻ. പിന്നെ ഇത് ഓഫാക്കാം. നമുക്ക് ഓഫാക്കിയിട്ട് ഇരുന്ന് തണുക്കട്ടെ. നെയ്യൊക്കെ കൂടുതൽ വേണ്ടവർക്ക് നെയ്യ് കൂടുതൽ ഉപയോഗിക്കാം. എല്ലാ സാധനവും മധുരം അതുകൂട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം. പൊങ്കാല പായസം റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒത്തിരി കണ്ട ലൂസായിട്ട് അന്നേരം തോന്നിയാലും ഉണ്ട്. ഇപ്പോൾ ഇത് ഡ്രൈ ആയി. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.